നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഇത് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, മുതിർന്നവരോടും അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നോ പറയണമെങ്കിൽ പറഞ്ഞു. പക്ഷെ ഇത് പെൺകുട്ടികളോടാണ്. വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളോട് നിങ്ങളുടെ സഹോദരിമാർ ഉണ്ടെങ്കിൽ ഒക്കെയും ഇത് പറഞ്ഞു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊക്കെയും ചെറിയ പ്രായത്തിൽ പ്രേമത്തിലും പ്രണയത്തിലും ഒക്കെ പെട്ടിട്ടുള്ളവരാണ്. പക്ഷെ നമുക്ക് എവിടെയൊക്കെ ഒരു അതിർവരം ഉണ്ടായിരുന്നു. ഫോണിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ പേടിയുള്ളത് കൊണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊരു ക്രോസ് ലൈൻ ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. കുട്ടികളുടെ കയ്യിലെല്ലാം ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. വീട്ടുകാരെ അറിയിച്ചും അറിയിക്കാതെയും ഒക്കെ അവർക്ക് ഏത് രീതിയിലും ഏത് ലെവലിലേക്ക് വരെയും കോൺടാക്ട്സ് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ പ്രേമത്തിലേക്കൊക്കെ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്ന ഒരു സമയമാണ്. സംഭവിച്ചത് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവങ്ങളും പോലീസ് അധികൃതർ നമ്മളോടായിട്ട് അറിയിക്കുന്ന റിക്വസ്റ്റ് ആണ് ഇത് പരമാവധി കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. അതായത് നിങ്ങൾ നോ പറയുന്നില്ല, പ്രണയിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ചെക്കൻ അവൻ നമ്മളോട് ചോദിക്കുകയാണ് പ്രണയത്തിന്റെ മേലിൽ നിന്റെ ഒരു ഫോട്ടോ വേണം, അതും നല്ലൊരു ഫോട്ടോ അല്ല, ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോ വേണമെന്ന് ചോദിക്കുമ്പോൾ നോ പറയാൻ അവരെ തടുക്കുന്നത് അവനോടുള്ള അഗാധമായിട്ടുള്ളൊരു പ്രണയമാണ്. കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പക്ഷേ നാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ 2 ദിവസം പിണങ്ങിയിരുന്ന ആ സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടാനായിട്ട് അതിലേക്ക് പെൺകുട്ടികൾ എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവി, ഇത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കുട്ടികളോട് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്താണ് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തത് എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറഞ്ഞു തരാനാവും. എത്രയോ ദൃഢമായിട്ടുള്ള വർഷങ്ങളോളമുള്ള പല ബന്ധങ്ങൾ പോലും നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നോ പറഞ്ഞതുകൊണ്ട് പോകുന്ന ബന്ധം പോകട്ടെ എന്ന് വിചാരിക്കുക. നമുക്കത് വേണ്ടാത്തൊരു ബന്ധമായിരിക്കാം. നമ്മളെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്ന എന്ത് തന്നെ കാര്യത്തിനും നോ പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല പ്രിയപ്പെട്ട പെൺകുട്ടികളെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാറുള്ളത്. ഇനി അത്തരത്തിലുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്താതിരിക്കട്ടെ. നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഒരാളോട് നോ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ഒരിക്കലും കെട്ടുപോകില്ല. നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കിയേ. അതിൽ വരുന്ന കാര്യം നമുക്ക് നോക്കാം. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ് ഓൾവേസ്.